ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അത് ഇന്നത്തെ കളക്ഷൻ ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ കാണിച്ച കളക്ഷൻസ് ഏകദേശം എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതിൽ കുറേ പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്റ്റോക്കിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ്. സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ മൾട്ടി കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇത് ഇങ്ങനെ 2 ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് നെക്കൊക്കെ വന്നിരിക്കുന്നത്. സ്ലീവ് ഷോർട്ട് സ്ലീവ് ആണ്. ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ബട്ടൺ കഴിഞ്ഞാൽ സെന്ററിൽ ഇത് ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടാവും. കട്ടിങ് ഒന്നുമില്ല കേട്ടോ. ആ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സ്ട്രെച്ചബിൾ ആണ് ക്വാളിറ്റി വരുന്നത്. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയത്തിനും ലാർജിനും യൂസ് ചെയ്യാവുന്ന മെഷർമെന്റ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ്. എക്സ്റ്റൻഡഡ് ടൈപ്പ് ആയിട്ടുള്ള ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ഇത് ഒരു വീനെക്കിന്റെ പാറ്റേണിൽ കണ്ടോ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതും വരുമ്പോഴും സെന്ററിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല കേട്ടോ. നല്ല ഐറ്റമാണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ് കേട്ടോ. ലാർജിന്റെ എക്സലിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർമെന്റ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നതും 390. നെക്സ്റ്റ് വന്നിരിക്കുന്നതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രിക്ക് കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഡിഫറെന്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത്. മെറ്റീരിയൽ ക്വാളിറ്റിയും നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒന്നും ലോ ക്വാളിറ്റിയിലല്ല, എല്ലാം ഇമ്പോർട്ടന്റ് ക്വാളിറ്റി തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം ഫ്ലോയിങ് ഫാബ്രിക് തന്നെയാണ്. സ്ലീവ് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ലീവ്. ബാക്കിലൊരു ബട്ടണും ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഫ്ലോയിങ് ഫാബ്രിക് കളറാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒരു ബ്രിക്ക് കളർ ഷെയ്ഡിലാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആണ്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം കാർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ്. സ്ട്രെച്ചബിൾ ക്വാളിറ്റി, വളരെ സോഫ്റ്റ് ആട്ടോ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. ഫ്രണ്ട് പോർഷനിൽ ഇവിടെ ഇങ്ങനെ ഒരു നെറ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. നെറ്റിന്റെ പോർഷൻ ആണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു രീതിയിൽ. സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിരിക്കും. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. തിക്ക് ഫാബ്രിക് ആണ്. സ്ട്രെച്ച് ചെയ്യുന്ന നല്ല സോഫ്റ്റ്, അതായത് മെറ്റീരിയൽ നമ്മൾ തൊടുമ്പോൾ ഒരു വെൽവെറ്റ് ഫിനിഷിങ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വരുന്ന ഐറ്റം ആണ്. സ്മോൾ മീഡിയം ആണ് സൈസ് വരുന്നത്. എക്സ്ട്രാ സ്മോളിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ചെറിയൊരു പഫ് സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട്. സ്ലീവ് വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു സ്ലീവ് പാറ്റേൺ ആണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു ലൂസ് ഫിറ്റിൽ കിടക്കുന്നതാണ് സ്ലീവ് പാറ്റേൺ വരുന്നത്. സ്ലീവിന്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബാക്ക് പോർഷനിൽ ബട്ടൺ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ടോ, ഈ മെറ്റീരിയലിൽ തന്നെ ഒരു സെൽഫ് ഡിസൈൻ പോകുന്നുണ്ട്. പ്ലെയിൻ ബ്ലാക്ക് അല്ല, അതിൽ തന്നെ ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. അതിന്റെ സ്ലീവ് ആണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സ്ലീവ് പാറ്റേൺ ആണ്. നല്ല റിസോർട്ടാണ് കാണാനായിട്ട്. നേരിട്ട് നല്ലൊരു ലുക്ക് വരുന്ന അടിപൊളി ഐറ്റം ആണ്. സ്റ്റൈലിഷ് ഐറ്റം ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വരുന്നത് ഒരു ഷർട്ടിന്റെ പാറ്റേൺ ആണ്. ലോങ് ലെങ്തിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടുന്നുണ്ട്. ഇപ്പൊ കവർ ചെയ്യുന്ന രീതിയിൽ. എൻഡിങ്ങിലേക്ക് വരുമ്പോൾ ചെറിയൊരു മിനി സ്ലിറ്റ് വരുന്നുണ്ട്. കോളർ ഈ പാറ്റേൺ ആണ്. പിന്നെ അതിന്റെ ബട്ടൺ ഡീറ്റെയിലിംഗ് ആട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അടിപൊളി ഒരു ഐറ്റം ആണ്. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോഴും സെയിം ആ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പാറ്റേൺ, നല്ല കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ലാർജുകാർക്ക് ലൂസ് ഫിറ്റിൽ ഇത്തിരി ഓവർ സൈസ്ഡ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് വെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. ഔട്ടർ പോർഷനിൽ ഇത് ഇങ്ങനെ ഒരു നെറ്റിന്റെ ഒരു ഫാബ്രിക് ആണ് ഔട്ടർ പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇന്നർ കോട്ടിങ് കൊടുത്തിരിക്കുന്നത് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ബനിയൻ ഫാബ്രിക് തന്നെയാണ്. സ്ട്രെച്ചബിൾ ആണ് ക്വാളിറ്റി വരുന്നത്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഒരു ബോയും ഡിസൈനും ഒക്കെ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെ വരും. നെക്ക് ആണെങ്കിലും നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു നെക്ക് പാറ്റേൺ ആണ്. സ്ലീവ് വരുമ്പോഴും ഫുൾ സ്ലീവ് ഉണ്ട്. സ്ലീവിന്റെ ആ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ ഈ നെറ്റ് ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ നോർമലായിട്ട് മേടിക്കുന്ന നമ്മൾ അങ്ങനത്തെ ഒരു ടൈപ്പ് നെറ്റേ അല്ല ഈ ഒരു ഇമ്പോർട്ടന്റ് ക്ലോത്തിന് വരുന്നത്. എല്ലാം ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ. സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള നെറ്റാണ്. അല്ലാതെ നോർമൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മേടിക്കുന്ന ആ ഒരു ടൈപ്പ് നെറ്റ് അല്ല കേട്ടോ. ഇതെല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള നെറ്റ് പാറ്റേൺ ആണ്. ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെ വരും. നമ്മൾ നെറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇത് അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല കേട്ടോ.
ലാർജുകാർക്ക് കംഫർട്ടബിൾ ഫിറ്റിൽ വരുന്ന ഐറ്റം ആണ്. പിന്നെ മീഡിയംകാർക്ക് ലൂസ് ഫിറ്റ് ആണെങ്കിൽ അവർക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റും ബ്ലൂവും കൂടെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. ഇത് ഫ്ലോയിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ യോക്കിന്റെ പോർഷനിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ട്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ബോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. സെന്ററിൽ ഇങ്ങനെ ഒരു സ്ലിറ്റ് പോലെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. ഓപ്പൺ അല്ല, എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ഇത് നമ്മൾ അകത്തൊരു ഇന്നർ യൂസ് ചെയ്യണം. വൈറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അകത്തൊരു ഇന്നർ, നമ്മുടെ കയ്യിലുള്ള ഏത് നോർമൽ ആയിട്ടുള്ള ഒരു ഇന്നർ യൂസ് ചെയ്താൽ മതി. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ലാർജുകാർക്ക് കംഫർട്ടബിൾ ഫിറ്റ് ആണ്. മീഡിയത്തിന് വേണം, സ്വല്പം ലൂസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 380. നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ബീച്ച് കളർ ഷെയ്ഡിൽ ഗോൾഡ് ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇത് കണ്ടോ, ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. നല്ല രസമാണ് നേരിട്ട് കാണാൻ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഗോൾഡ് ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ്, മീഡിയം ലാർജ് ആണ്. ഓഫ് ഷോൾഡർ മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വരുന്നത് വൈറ്റും പിങ്കും കൂടെയാണ് വരുന്നത്. പിങ്ക് എന്ന് പറയുമ്പോൾ ഡാർക്ക് പിങ്ക് ആണ്. നമ്മുടെ റാണി പിങ്കിന്റെ ടൈപ്പ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ്. എന്നാൽ ഒരുപാട് ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡൊന്നും അല്ല, നോർമൽ ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റം ആണ്. ഇതിന്റെ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പം സ്കാലപ്പ് ഡിസൈൻ ആണ്. സ്ലീവിന്റെ എൻഡിലും സ്കാലപ്പ് ഡിസൈൻ ആണ്. നെക്കൊക്കെ ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാട്ടോ വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്ത് പെട്ടെന്നൊക്കെ പോകാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ലാർജുകാർക്ക് കംഫർട്ടബിൾ ഫിറ്റ് ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ്, മീഡിയം ലാർജുകാർക്ക് പറ്റിയ ലോങ് ലെങ്ത്തിൽ വരുന്ന പാറ്റേൺ ആണ്. ഇതും സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്നതാണ്. അകത്ത് സെപ്പറേറ്റ് ഒക്കെ ഇന്നറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല, കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്ര വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺ. അത്യാവശ്യം ലോങ് ലെങ്തിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സൈസസ് മീഡിയം ലാർജ്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ പറ്റിയ ഒരു ഐറ്റം ആണ്. വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഇതും നെറ്റിന്റെ ഫാബ്രിക് ആണ്. അകത്ത് സെപ്പറേറ്റ് ഇന്നറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതൊക്കെ മീറ്റർ റേറ്റ് 1000 above ആണ്. ഈ മീറ്റർ റേറ്റ് ഒക്കെ ഈ ഒരു പ്രിന്റഡ് ടൈപ്പ് ആയിട്ടുള്ള നെറ്റിനൊക്കെ വരുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആണ്. സ്ലീവ് വരുമ്പോൾ ലൂസ് ഫിറ്റിൽ വരുന്ന കണ്ട വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേൺ. നെക്കിന്റെ പോർഷനിലെല്ലാം ഈ ഒരു നെറ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ ഒരു കണ്ടോ, ഈ ഒരു സെന്ററിലെ സ്ലിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലൂസ് ഫിറ്റിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ. എക്സലുകാർക്ക് ലൂസ് ഫിറ്റിൽ വേണമെങ്കിൽ വെയർ ചെയ്യാം. ഡബിൾ എക്സലുകാർക്കും കംഫർട്ടബിൾ ഫിറ്റ് ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 420 ആണ് കേട്ടോ. ഇതിങ്ങനെ വരും. അകത്ത് ഈ ഒരു പോർഷനിലൊക്കെ നല്ല തിക്കായിട്ടുള്ള കണ്ടോ, ഈ ഒരു തിക്കായിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇന്നറാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു മോഡലാണ് കേട്ടോ. ഈ ഒരു യോക്ക് പോർഷനിൽ ആ ഒരു നെറ്റ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മിസ് ചെയ്യരുത്, അത്ര അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. എക്സൽ ഡബിൾ എക്സലിന് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഒരു കഫ്താൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു സെമി കഫ്താൻ, ഒരു എക്സ്റ്റൻഡഡ് സ്ലീവ് മോഡലിലാണ് വന്നിരിക്കുന്നത്. അകത്ത് സെപ്പറേറ്റ് ഇന്നർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ഷെയ്ഡ്, നല്ല പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു കളർ ഷെയ്ഡും നെറ്റും വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നെറ്റിന് നല്ല എമൗണ്ട് ഉള്ള, മീറ്റർ റേറ്റിന് നല്ല എമൗണ്ട് ഉള്ളൊരു നെറ്റാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നത്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിനും എക്സലിനായിരിക്കും ഒന്നും കൂടെ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഷ്രെഡ് പാറ്റേൺ ആണ് കേട്ടോ. സെന്ററിൽ ഇങ്ങനെ നമുക്കൊരു ബോ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. കുഞ്ഞു ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അകത്തൊരു ബ്ലാക്ക് ടാങ്ക് ടോപ്പോ വൈറ്റ് ടാങ്ക് ടോപ്പോ യൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് സെന്ററിൽ ഇങ്ങനെ ഒരു ബോ ചെയ്താൽ നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റം ആണ്. സൈസസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ സൈസ് ആണ്. ലാർജ് ടു ഒരു ഡബിൾ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഒരു ചൈനീസ് കോളറിൽ കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആണ്. ഫ്ലോയിങ് ഫാബ്രിക് ആണ്. ഒട്ടും ഉണ്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല പാറ്റേൺ ആണ്. നമുക്ക് അകത്ത് വൈറ്റ് ആയതുകൊണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇന്നർ നമ്മുടെ കയ്യിലുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ഇതിന് ടാങ്ക് ടോപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. കയ്യിലുള്ള ഇന്നേഴ്സ് വൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്ലീവ് വരുമ്പം ഈ ഒരു സ്ലീവ് ആണ്. എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസൈനിങ് ആണ് വരുന്നത്. സൈസസ് ഡബിൾ എക്സൽ ആണ്. എക്സലുകാർക്ക് ലൂസ് ഫിറ്റിൽ വേണമെങ്കിൽ വെയർ ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണിഷ് റെഡ് ഷെയ്ഡ് ആണ്. ഇത് വരുമ്പോഴും കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
ഫ്രണ്ട് പോർഷനിൽ ബോ ചെയ്യാനുള്ള ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പക്ക കൊറിയൻ മോഡലാണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് അല്ല, മെറൂണിഷ് റെഡ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഞാൻ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡിൽ, അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റെഡ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയും അത് അങ്ങനത്തെ മോഡലാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴേ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ക കൊറിയൻ മോഡൽ, പിൻട്രസ്റ്റ് മോഡലാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡിസൈനിങ് ഇതേ ചെറിയൊരു ഫ്രില്ലും കാര്യങ്ങളും 2 സൈഡ്സിൽ വരുന്നുണ്ട്. സ്ലീവ് നെക്കിന്റെ പോർഷൻ ആണെങ്കിലും ഒരു പിൻടെക് മോഡലിലെ ആ ഒരു ഡിസൈനിങ് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലെ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസുകാർക്ക് കംഫർട്ടബിൾ ഫിറ്റ് ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 399. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ്. സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. സ്ലീവ് വരുമ്പം ഷോർട്ട് സ്ലീവ്. സെൻട്രൽ പോർഷനിൽ കംപ്ലീറ്റ്ലി ഒരു കണ്ടോ ആ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ടോ ഈ ഒരു വേസ്റ്റ് പോർഷൻ വരുമ്പം ചെറിയൊരു കണ്ടോ ബോ ചെയ്യാനുള്ള ഒരു മോഡലുണ്ട്. ഇച്ചിരി കൂടെ നമ്മൾ കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു പ്ലേറ്റ് ആക്കി നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ബാക്ക് പോർഷൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് കേട്ടോ. മീഡിയത്തിന് ലാർജിന് യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 390. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കാം. അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ.